നമസ്കാരം. ഇസ്രായേൽ US സഖ്യത്തിൻ്റെ നീക്കങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിൽ ഇറാൻ പുതിയ സൈനിക നടപടികൾ പ്രഖ്യാപിച്ചതോടെ മേഖല വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലായിരിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന താൽക്കാലിക ശാന്തതയ്ക്ക് വിരാമം വിട്ടുകൊണ്ടാണ് ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ തങ്ങളുടെ അടുത്ത ഘട്ട ആക്രമണം ഇപ്പോൾ ആരംഭിച്ചതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അത്യാധുനിക ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ചുള്ള ശക്തമായ പ്രത്യാക്രമണമാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ശത്രുക്കൾക്ക് നനച്ചിരിക്കാത്ത പ്രഹരം നൽകുമെന്ന മുന്നറിയിപ്പോടെയാണ് ഇറാൻ ഈ നീക്കങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് നേരിട്ടുള്ള സൈനിക നടപടി തന്നെയാണിതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പുതിയ സൈനിക നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കും നേരിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് ഇറാൻ മുൻഗണന നൽകുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ നിരകളെ പോലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതിനോടകം തന്നെ മിസൈൽ വർഷം ആരംഭിച്ചതായിട്ട് IRGC സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞതായിട്ട് ഇസ്രായേൽ അവകാശപ്പെടുന്നു. തെക്കൻ ലെബനൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ബെയ്റൂട്ടിലും തെഹ്റാനിലും കനത്ത സ്ഫോടനങ്ങൾ നടന്നതായിട്ടും ഇസ്രായേൽ പക്ഷത്തു നിന്ന് മാരകമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളെയും ഈ സംഘർഷം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ആകാശപരിധിയിലെത്തിയ 3 മിസൈലുകളെയും ഒരു ഡ്രോണിനെയും പ്രതിരോധ സേന വെടിവെച്ചിട്ടു. കുവൈറ്റിലും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും അവ വിജയകരമായി തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഖത്തറിലും സമാനമായ മുൻകരുതൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ദോഹയിലെ അമേരിക്കൻ എംബസിക്ക് സമീപം താമസിക്കുന്ന മുഴുവൻ ആളുകളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന തിരക്കിലാണ് അധികൃതർ. ഇതൊരു വലിയ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ എന്ന് സൗദിയും ഖത്തറും ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും നിലവിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ സമാധാനം നിലനിർത്തുന്നതിനായിട്ട് ചൈനയുടെ നേതൃത്വത്തിൽ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള അടുത്ത വ്യാപാര ബന്ധവും സൗഹൃദവും കണക്കിലെടുത്തുകൊണ്ട് സംഘർഷം ലഘൂകരിക്കാൻ ഒരു മധ്യസ്ഥനായിട്ട് ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ ചൈനീസ് പ്രതിനിധികൾ ചില സമവായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ 3ാം ഘട്ട സൈനിക നീക്കം മുൻപത്തേക്കാൾ മാരകമായിരിക്കുമെന്നും ശത്രുക്കൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നുമാണ് ഇറാൻ്റെ നിലപാട്. ചൈനയുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഈ യുദ്ധ സാഹചര്യം വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പിൽ 57 വോട്ടുകൾ അനുകൂലമായും 47 വോട്ടുകൾ എതിരായിട്ടും രേഖപ്പെടുത്തി. ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്നതിനും ഇറാനെതിരായ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും ട്രംപ് ഭരണകൂടത്തിന് സെനറ്റിലെ പിന്തുണ ലഭിച്ചതോടെ അമേരിക്ക തങ്ങളുടെ ആക്രമണോത്സുകമായിട്ടുള്ള നിലപാട് തുടരുകയാണ്. ഇതോടെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു പൂർണ്ണ രൂപത്തിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭീതിയിലാണ് ലോകം. ഇറാൻ്റെ ട്രൂ പ്രോമിസ് 4 പ്രഖ്യാപനവും അമേരിക്കയുടെ സൈനിക പിന്തുണയും സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധഭൂമിയിൽ നിന്ന് പുതിയ വിവരങ്ങൾക്കായിട്ട് ലോകം കാതോർക്കുകയാണ്. ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജീവഹാനികളും അതോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയിലാണ്. പശ്ചിമേഷ്യയിലെ പ്രമുഖ നഗരങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുകയും ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്.